ശ്രീ മഹാദേവ ജടാസുരവധം. ഇന്ദ്രനും ചന്ദ്രനും ഭീഷണിയായി സമൂർത്ത ഭാവത്തിൽ ജടാസുരൻ. സപ്തസാഗര തീരങ്ങളും സ്വർഗവും നരകവും പാതാളവും ജടാസുരന് സ്വന്തമാക്കുവാൻ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ആയുധമില്ലാതെ തന്നെ മണ്ണോട് ചേർത്ത് ഭസ്മമാക്കിയാൽ മാത്രമേ തനിക്ക് മരണം സാധ്യമാക്കാവൂ എന്ന അഹന്തയാൽ അന്ധത മൂടിയ ജടാസുരൻ പ്രപഞ്ച വിജയിയായി കഴിഞ്ഞപ്പോൾ അവനിൽ കൈലാസവും സ്വന്തമാക്കണമെന്ന മോഹമുദിച്ചു. ഒപ്പം സർവേശ്വരിയായ പാർവതി ദേവിയെ സ്വന്തമാക്കുവാനും ആഗ്രഹിച്ച് കൈലാസത്തിലെത്തി ഭഗവാനോട് യുദ്ധത്തിനായി പോർ വിളിച്ചു. ആയുധമെടുത്ത് പോരാടുവാൻ ജടാസുരൻ ഭഗവാനെ വെല്ലുവിളിച്ചു. കൈലാസാധിപ, ഈ നിമിഷം മുതൽ നാമാണ് കൈലാസാധിപൻ. നിന്റെ ഐശ്വര്യവും ശക്തി ശ്രേണിയുമായ പാർവതിയെ നാം നമ്മുടെ ഇഷ്ടതോഴിയായി വാഴിക്കും. അതെ, നമ്മുടെ ഇഷ്ടതോഴിയായി നാം വാഴിക്കും. ജടാസുരന്റെ അടിമയായി കഴിയാം. കോപാക്രാന്തനായ ഭഗവാൻ ജടാസുരനെ മോഹാവശേഷനാക്കി മാറ്റി ഭൂമിയിൽ വീഴ്ത്തി. അവന്റെ അഹന്തയും ദുരാഗ്രഹവും ഭസ്മധൂളികളാക്കി ഭഗവാൻ.